ശ്വാസനാളത്തിലെ പ്രധാന നാളിയായ ട്രെക്കിയ ന്യൂമോണിയയെ തുടർന്ന് ചുരുങ്ങി ഗുരുതരാവസ്ഥയിലായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ ശസ്ത്രക്രിയ കൂടാതെ രക്ഷിച്ച കണ്ണൂർ ആസ്റ്റർ മിംസ് അധികൃതർ. ആശുപത്രിയിലെ പൾമണോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബ്രോങ്കോസ്കോപ്പി ചികിത്സയിലൂടെയാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3 മാസം പ്രായമുള്ള കുട്ടി സ്റ്റീനോസിസ്, അതുപോലെ ഒട്ടനവധി സ്റ്റീനോസിസ് പല ലൊക്കേഷൻസിലായിട്ട് ട്രെക്കിയയിൽ വരാം. ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ ദിവസം വെന്റിലേറ്റർ എൻഡോട്രെക്കിയൽ ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്ന ഒരു രോഗിക്ക് അവർ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിൽക്കാലത്ത് ഈ ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാം. ട്രെക്കിയയിൽ സ്റ്റീനോസിസ് വരാം, ഒരുപാട് ട്യൂമറുകൾ വരാം, ട്രെക്കിയയുടെ അകത്ത് പലതരം മുഴകൾ വരാം. അതിൽ 80%-ത്തിലധികവും ക്യാൻസറസ് ആവാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. ഈ കഴുത്തിലുള്ള മറ്റ് അവയവങ്ങളുടെ മുഴ, തൈറോയ്ഡ് ഗ്രന്ഥിന്റെ ക്യാൻസർ അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി, കഴല വലുതാവുമ്പോൾ ഉണ്ടാവുന്ന ഇതൊക്കെ ട്രെക്കിയയിൽ ഇറോഡ് ചെയ്തിട്ട് ട്രെക്കിയയുടെ ലൂമിന്റെ അകത്തോട്ട് ചെന്ന് അതിനെ ചുരുക്കാൻ സംഭവിക്കാം. പിന്നെ നേരത്തെ ദിൻരാജ് പറഞ്ഞ പോലെ ഈ ട്രെക്കിയയുടെ തൊട്ട് പുറകിലാണ് നമ്മുടെ അന്നനാള് കിടക്കുന്നത്, ഈസോഫാഗസ്. അപ്പൊ അതിനെ ബാധിക്കുന്ന അസുഖങ്ങളോ അർബുദങ്ങളോ അതും ഇതിനെ ഇറോഡ് ചെയ്ത് ട്രെക്കിയയിലെ കൂടിയായിട്ട് ഇതിലൊരു ചാനൽ. സാധാരണ നിലയ്ക്ക് ട്രെക്കിയ വേറൊരു ട്യൂബ് ശ്വാസകോശത്തിൻ്റെത്, അതേസമയം അന്നനാളത്തിന്റെ വേറെ ട്യൂബാണ്. ഇത് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആഹാരം അതിന്റെ നല്ലൊരു ശതമാനം ട്രെക്കിയയിലേക്ക് ഇറങ്ങും, ശ്വാസനാളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശ്വാസതടസ്സവും മരണം വരെ സംഭവിക്കാം. ട്രെക്കിയോ ഈസോഫാഗൽ ഫിസ്റ്റുല എന്ന് പറയുന്ന സംഗതി. ഇതൊക്കെ ഒരു കാലത്ത് സർജറി കൊണ്ട് മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയായിരുന്നു. അതിപ്പോൾ ഇന്റർനാഷണൽ പൾമണോളജി വരെ ഒരു പരിധി വരെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ പറ്റാത്തത് ഡെഫിനറ്റ്ലി ഒരു തൊറാസിക് സർജന്റെ കഴിവ് വെച്ചിട്ട് അതിൽ സർജറി തന്നെ വേണ്ടി വരാറുണ്ട്. നമ്മുടെ കണ്ണൂർ ആസ്റ്റർ മിംസിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്ത് ഒരു ഇന്റർനാഷണൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ചത്. അത് 2021 ഫെബ്രുവരി 7-ാം തീയതി. നമ്മൾ അന്ന് തൊട്ട് ഇതുപോലെ ഒട്ടനവധി കേസുകൾ വിഷ്ണുവിന്റെയും അവിനാശിന്റെയും നേതൃത്വത്തിൽ ഒരുപാട് ഇന്റർനാഷണൽ കേസുകൾ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസിൽ പ്രത്യേകത 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെതായത് കൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേ ഉള്ളൂ. ഒട്ടനവധി നേരത്തെ പറഞ്ഞ പോലെ ഈസോഫാഗൽ ഫിസ്റ്റുല, ട്യൂമർ റിസെക്ഷൻസ്, എത്രയോ വലിയ ട്യൂമറുകൾ ശ്വാസനാളത്തിനകത്തുള്ള സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടി വരാവുന്ന സംഗതികൾ ഇന്റർനാഷണൽ പൾമണോളജി വെച്ചിട്ട് ട്യൂമർ നീക്കം ചെയ്തിട്ടുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിനുണ്ടായതുപോലെയുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ആശുപത്രിയിൽ ട്രെക്കിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ഇച്ഛാശക്തി രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡോക്ടർമാരുടെ സംഘം കണ്ണൂരുണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ്. കാരണം ഞങ്ങളും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അത് സമൂഹത്തിന്റെ ശ്വാസം മുട്ടൽ തടയാനുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. അത് ചിലപ്പോ ആ ഓപ്പറേഷൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്, ചിലത് വളരെ സക്സസ് ആകാറുമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ ഒരു കുട്ടി വലിയവർക്കും ഇതൊരു വലിയ അനുഗ്രഹമാവും ആവട്ടെ എന്ന് ഡോക്ടർ എം.ഒ. ശ്രീജിത്ത്, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാഷ് മുരുകൻ, ഡോക്ടർ ദിൽരാജ്, ഡോക്ടർ ഗോകുൽദാസ്, ആസ്റ്റർ മിംസ് AGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.